എൻ്റെ പേര് മാത്യു ജോർജ്. ഞാൻ ഇമ്മാനുവൽ CSI കോൺഗ്രിഗേഷൻ അറ്റ്ലാന്റയിലെ ഒരു മെമ്പറാണ്. ഞാൻ 34th ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് ഇവിടെ ഞങ്ങളുടെ CSI ചർച്ചാണ് അറ്റ്ലാന്റയിൽ വെച്ച് ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാനതിൻ്റെ ജനറൽ കൺവീനറാണ്. എൻ്റെ നാട്ടിലെ സ്വദേശം എന്ന് പറയുന്നത് ഓമല്ലൂരാണ്. ഞങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ് CSI ചർച്ച് ഓമല്ലൂരിലാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക്. ഓമല്ലൂർ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് അല്ലേ? പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്. പത്തനംതിട്ടയിൽ നിന്ന് ഒരു 5 മൈൽ ഇപ്പുറം. അറ്റ്ലാന്റയിലായിരുന്നു ത്രൂ ഔട്ട് ലൈഫ് അമേരിക്കയിൽ? ഇല്ല, ഞാൻ 92 അമേരിക്കയിൽ വന്നത്. അത് ഞാൻ ന്യൂയോർക്കിലായിരുന്നു, ബ്രൂക്ലിനിലായിരുന്നു ഞാൻ അന്നേരം താമസിച്ചിരുന്നത്. അവിടുന്ന് ഞാൻ 98 അറ്റ്ലാന്റയിലേക്ക് മൂവ് ചെയ്തത്. ഞങ്ങൾ 2003 ഇവിടെ ഇമ്മാനുവൽ CSI ചർച്ച് തുടങ്ങിയത്. ഈ കോൺഫറൻസിനെ പറ്റി എന്തെങ്കിലും രണ്ടു വാക്ക് പറയാനുണ്ടോ? അതിന് നടത്തിപ്പിലെ ബുദ്ധിമുട്ട് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് നടത്തിപ്പ്. പക്ഷേ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കാമെങ്കിൽ അതിൻ്റെ പ്രയോജനം കിട്ടും. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് 250 പേരെയാണ്, പക്ഷേ ഞങ്ങൾക്ക് 360 പേര് ഇവിടെ വന്നു. അപ്പോൾ അതിനായിട്ടുള്ള നമ്മൾ എഫേർട്ട് എടുക്കണം. പള്ളികളിൽ പോയി ആൾക്കാരെ വിളിച്ച് നമുക്ക് കണക്ഷൻസ് വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഏത് കോൺഫറൻസ് എടുത്താലും വിജയകരമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും. അറ്റ്ലാന്റയിൽ പൊതുവെ CSIക്കാർ കുറവാണല്ലോ. അറ്റ്ലാന്റയിൽ ഞങ്ങളുടെ പള്ളിയിൽ 35 ഫാമിലി ഉണ്ട്. ഞങ്ങൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് 24 ഫാമിലിയുണ്ട്. ആ കോൺഫറൻസ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് 11 ഫാമിലി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പൊതുവെ ആൾക്കാർ അറ്റ്ലാന്റയിൽ ഇന്ത്യൻസ് മലയാളീസൊക്കെ എവിടെയാണ് ജോലി ചെയ്യുന്നത്? കൂടുതലും എല്ലാ മേഖലകളിലും എല്ലാ മേഖലയിലും ഉണ്ട്. IT ആണ് ഏറ്റവും കൂടുതലുള്ളത്. IT-യുടെ 2 ഹബ്ബ് അറ്റ്ലാന്റ ആൽഫ്രട്ടയിലാണ്. അതുപോലെ തന്നെ പൊതുവെ നേഴ്സുമാരുണ്ട്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കലിലുണ്ട്, ഡോക്ടർമാരുണ്ട്. എല്ലാ മേഖലയിലും മലയാളികൾക്ക് വരുന്നുണ്ട്. കൂടുതലായിട്ട് ഇവിടെ മലയാളികളുള്ളത് കത്തോലിക്ക ചർച്ചും അവർക്കൊരു 500 മെമ്പേഴ്സുണ്ട്. അതുപോലെ മർത്തമ്മ ചർച്ചിൽ 200 മെമ്പേഴ്സുണ്ട്, ഫാമിലീസ്. ഓർത്തഡോക്സുകാർ ഓർത്തഡോക്സിന് 2 പള്ളിയുണ്ട്. അവരെല്ലാം കൂടെ ചേർന്ന് ഒരു 150 ഫാമിലീസ്. ഈ നിങ്ങളുടെ അറ്റ്ലാന്റയിലുള്ള പള്ളി ഇവിടുന്ന് എത്ര മൈൽ ദൂരെയാണ് ഈ ഹോട്ടലിൽ നിന്ന്? ഈ ഹോട്ടലിൽ നിന്ന് 7 മൈൽ ദൂരത്തിലാണ് ഞങ്ങളുടെ പള്ളി. ഫാർദസ്റ്റ് ഫാമിലി എത്ര മൈൽ ദൂരെ നിന്നായിരിക്കും വരുന്നത്? ഫാർദസ്റ്റ് ഫാമിലി ഒരു 45 മൈൽ ദൂരെ. എവരി സൺഡേയിൽ അവർ വരും? അത് ഒരു സൺഡേ ഞാൻ തന്നെ. അല്ലെങ്കിൽ അറൗണ്ട് 10 മൈൽസ് അറൗണ്ടിൽ ഒരു 80% ഫാമിലികൾ അറൗണ്ട് 10 മൈൽസ് ദൂരത്തിൽ. അച്ഛൻ ഇവിടെ ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട്? അച്ഛന് ഞങ്ങൾക്ക് ഫുൾ ടൈം അച്ഛനാണ്. എല്ലാ 3 വർഷവും ഞങ്ങൾ മധ്യകാല ഡയസിസിൽ നിന്ന് ഒരു പുതിയ അച്ഛനെ കൊണ്ടുവരാം. ഈ അച്ഛൻ വേറെ എവിടെയെങ്കിലും പോകാറുണ്ടോ? സബ്ബയിൽ ഏതെങ്കിലും ഏരിയയിൽ സൺഡേയിൽ? ചില സമയത്ത് അച്ഛന് ഫ്ലോറിഡ ചർച്ചിന് ഹെൽപ്പ് ചെയ്യാൻ പോകും. അത് 5th സൺഡേ ഉള്ള ആഴ്ചകളിലായിരിക്കും. ഫ്ലോറിഡ ഹൗ ഫാർ? ടാമ്പ എത്ര മൈൽ? ടാമ്പ ഇവിടുന്ന് 300 മൈലുണ്ട്. മയാമി ഇവിടുന്ന് 600 മൈലുണ്ട്. ഡ്രൈവബിളാണ്. ഓക്കെ, താങ്ക് യു. നാട്ടിലെവിടെയായിരുന്നു? സോമല്ലൂർ അല്ലേ? ഓമല്ലൂർ, പത്തനംതിട്ട. ഏത് കോളേജിലാണ് പഠിച്ചതൊക്കെ? ഞാൻ കാതോലിക്കറ്റ് കോളേജിലാണ്. അത് ഓർത്തഡോക്സുകാരുടെ അല്ലേ? അത് ഓർത്തഡോക്സിൻ്റെ. പിന്നെ കേരളത്തിൽ തന്നെ ആയിരുന്നോ? അമേരിക്കയ്ക്ക് വരുന്നതിന് മുമ്പ്? അമേരിക്ക മുമ്പ് ഞാൻ കേരളത്തിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നാണോ ഫയൽ ചെയ്ത് വന്നതാണോ? എങ്ങനെ വന്നു? അത് എൻ്റെ പേരൻസ്, എൻ്റെ ഫാദറിൻ്റെ അനിയനുണ്ടായിരുന്നു. അനിയന് ഫാദറിനെ ഫയൽ ചെയ്തു. ഫാദറിൽ കൂടെ ഞാൻ. നിങ്ങൾ എത്ര സിബ്ലിങ്സ് എവിടെ ഉള്ളത്? ഞങ്ങൾ 4 2 ആണും 2 പെണ്ണും. അവരെല്ലാം അറ്റ്ലാന്റയിലെ? എൻ്റെ മൂത്ത ബ്രദറും ഇളയ സിസ്റ്ററും ന്യൂയോർക്കിലാണ്. ഞാനും എൻ്റെ മൂത്ത സിസ്റ്ററും ഇവിടെ അറ്റ്ലാന്റയിലാണ്. ഓക്കെ, താങ്ക് യു. മക്കളൊക്കെ? എനിക്ക് 2 പെൺമക്കളാണ്. വൈഫ് പിന്നെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ മദർ എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മോള് ഈ റെസിഡൻസിക്ക് ഫസ്റ്റ് ഇയറാണ് ഈ വർഷം. ഈ കഴിഞ്ഞ ആഴ്ചയാണ് റെസിഡൻസി പ്രോഗ്രാം തുടങ്ങിയത്. എൻ്റെ ഇളയ മോള് BSന് ഫൈനൽ ഇയറാണ് അടുത്ത വർഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഈവനിംഗ്.